ഗുഡ് മോർണിംഗ്, നമസ്കാരം എല്ലാവർക്കും. നമ്മൾ KTETുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ എക്സാമിന് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഇംഗ്ലീഷിലാണ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ KTET 3ക്ക് പോകുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ 4 ഉള്ളവർക്കും ഇത് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റനായിട്ട് വളരെ പെട്ടെന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റൻ ആണ്, എനി പെഡഗോഗി വിച്ച് കൺസിഡേഴ്സ് സബ്ജക്റ്റ് മാറ്റർ ആസ് ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ് ഈസ് ലൈക്ലി ടു yield ഡാഷ് among students. Any pedagogy which considers subject matters as an end in itself is likely to yield dash among students. Options: appreciation for mastery, resistance to explore, motivation to learn. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി അല്ലെങ്കിൽ ഫോർത്ത് ഓപ്ഷൻ ഡിസയർ ഫോർ ഇന്നോവേഷൻ. ആൻസർ ആയിട്ട് വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ആൻസർ പറഞ്ഞു പോകാം, ആ രീതിയിലാണ് നോക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ് കേട്ടോ, റെസിസ്റ്റൻസ് ടു എക്സ്പ്ലോർ എന്നാണ് കേട്ടോ, റെസിസ്റ്റൻസ് ടു എക്സ്പ്ലോർ. Next question, second question. According to Lev Vygotsky, the basis of learning is. According to Lev Vygotsky, the basis of learning is. Option: social interaction, changes in the structure of schemes, reinforcement and drill and practice. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ് വരിക? അക്കോർഡിംഗ് ടു ലെ വൈഗോസ്കി അല്ലേ? ഓപ്ഷൻസ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് വരിക? ലെ വൈഗോസ്കിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഓപ്ഷൻ ഏതാണ്? സോഷ്യൽ ഇൻറ്ററാക്ഷൻ ആണ് കേട്ടോ, സോഷ്യൽ ഇൻറ്ററാക്ഷൻ ആണ്. ക്ലിയർ കിട്ടിയല്ലോ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ബീൻ പ്രൊമോട്ടഡ് ബൈ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016? Which of the following has been promoted by Right of Persons with Disabilities Act 2016? Options: equality and non-discrimination in all spheres of life, denial of right to education for persons with disabilities, discrimination in assessing entitlements based on disabilities, and option D, compulsory special education for persons with disability. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ പറയാൻ പറ്റുന്നത് ഓപ്ഷൻ 1 ഫസ്റ്റ് ഓപ്ഷൻ ആണ്, ഇക്വാലിറ്റി ആൻഡ് നോൺ ഡിസ്ക്രിമിനേഷൻ ഇൻ ഓൾ സ്ഫിയേഴ്സ് ഓഫ് ലൈഫ് എന്നാണ് കേട്ടോ. അതാണ് ഈ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സോറി ഫോർത്ത് ക്വസ്റ്റ്യൻ കേട്ടോ, നമ്പർ മാറിയതാണ്, കുഴപ്പമില്ല. Which of the following set of attributions for failure on a task is likely to motivate a student for future attempts? Which of the following set of attributions for failure on a task is likely to motivate a student for future attempts? Option: this particular exam falls on Tuesday and Tuesday is my unlucky day. I am not intelligent and intelligence is fixed. I didn't put enough effort this time, although I am capable of doing so. Teacher was biased towards me and I can't change her perception about me. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് ഏതാണ് വരിക? Which of the following set of attributions for failure on a task is likely to motivate a student for future attempts എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ആൻസർ വരുന്നത് ഓപ്ഷൻ 3 തേർഡ് ആണ് കേട്ടോ. ഐ ഡിഡൻറ്റ് പുട്ട് ഇനഫ് എഫേർട്ട് ദിസ് ടൈം ഓൾദോ ഐ ആം കേപ്പബിൾ ഓഫ് ഡൂയിങ് സോ. അതാണ് മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിട്ട്. പ്രാവശ്യം ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇമോഷൻ പോസിറ്റീവ്ലി ഇമ്പാക്ട് ലേണിംഗ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇമോഷൻ പോസിറ്റീവ്ലി ഇമ്പാക്ട് ലേണിംഗ്? ഓപ്ഷൻസ്: ആങ്സൈറ്റി, ഹോപ്പ്, ഫിയർ ആൻഡ് ബോർഡം. അപ്പോൾ പോസിറ്റീവ്ലി ഇമ്പാക്ട് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആൻസർ ഓപ്ഷൻ 2 ആണ്, ഹോപ്പ് ആണ് കേട്ടോ. ഹോപ്പ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സെവൻത്ത് ക്വസ്റ്റ്യൻ, at which stage of Lawrence Kohlberg's moral development theory do individuals believe that society needs to update the rules over time? Option: good boy good girl orientation, social order maintaining orientation, obedience and punishment orientation, and option D, social contract orientation. Correct answer: social order maintaining orientation. Okay, social order maintaining orientation. Next, 8th question. ഇവിടെ ഒരു അസേഷൻ തരും, അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ റീസണും കൂടിയുണ്ട്. അത് വെച്ചിട്ടാണ് ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ക്ലിയർ? അപ്പോൾ നമുക്ക് അത് രണ്ടൊന്ന് വായിച്ച് നോക്കാം. അസേഷൻ എന്താണ് പറഞ്ഞത് നോക്കുക. എ, ബിഫോർ സ്റ്റാർട്ടിംഗ് ടീച്ചിങ് ഓഫ് എ ന്യൂ കോൺസെപ്റ്റ്, എ ടീച്ചർ ഷുഡ് റിവ്യൂ പ്രീ റിക്വസൈറ്റ്സ് നോളജ്. ദിസ് വിൽ ഹെൽപ്പ് സ്റ്റുഡൻസ് ബ്രിങ് ടു മൈൻഡ് ഇൻഫർമേഷൻ ദേ വിൽ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ന്യൂ കോൺസെപ്റ്റ്സ്. അതിൻ്റെ റീസണായിട്ട് ഇവിടെ ഒന്ന് തന്നിട്ടുണ്ട്, നോക്കാം. അതിൻ്റെ നല്ല റീസൺ തന്നിട്ടുണ്ട്. കോർപ്പറൽ പണിഷ്മെൻറ്റ് ഷുഡ് നോട്ട് ബി പ്രാക്ടീസ്ഡ് ആസ് എ സ്ട്രാറ്റജി ടു റെക്ടിഫൈ ദ അൺഡിസൈറബിൾ ബിഹേവിയർ ഓഫ് ലേണേഴ്സ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ തന്നു. ഇനി നിങ്ങൾ ഓപ്ഷനിലേക്ക് പോകാം. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ എന്നാണ് പറയുന്നത്. നോക്കി എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ, ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോൾ കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കണേ രണ്ടും. അതാണ് എയും ആറും പറയുന്നത്, അസേഷൻ റീസൺ. അതിൻ്റെ സെക്കൻഡ്, ബോത്ത് എ ആൻഡ് ആർ ആർ ഫാൾസ്. Third, both A and R are true and R is the correct explanation of A. And option 4,
എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഫസ്റ്റ് ഓപ്ഷനാണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. രണ്ടും തന്നത് ശരി തന്നെയാണ്, വായിച്ചു പോകുമ്പോൾ കറക്റ്റാണ്. പക്ഷേ ആറ് എന്ന് പറഞ്ഞാൽ എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഓക്കെ, അടുത്തത് നയൻത്ത് ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ് ഇവിടെ ഉള്ളത്. 9th ക്വസ്റ്റ്യൻ. Sex is dash while gender is dash. Sex is dash while gender is dash. അവിടെ നിങ്ങൾ ഫിൽ ചെയ്യണം. ഓപ്ഷൻസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ്, ബയോളജിക്കൽ. നെക്സ്റ്റ് ബയോളജിക്കൽ, സോഷ്യലി കൺസ്ട്രക്റ്റഡ്. തേർഡ് സോഷ്യൽ കൾച്ചറൽ ആൻഡ് ഓപ്ഷൻ 4 കൾച്ചറൽ സോഷ്യൽ. അപ്പോൾ ഇതിൽ ഏതാണ് വരിക? ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, സെക്കൻഡ് ഓപ്ഷൻ ആണ് കേട്ടോ. സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. സെക്സ് ഈസ് ബയോളജിക്കൽ while gender is socially constructed. Clearly. Next, which of the following practice will hinder the successful inclusion of students with speech the language disorders? Speech the language disorders. Option discourage the use of visual to support expressive language skills. Second, break tasks and assignments to short, easy to manage steps. Third, reduce auditory and visual distractions in the classroom. And option 4, use of pre-planning strategies for oral and written task. ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത് ഏതാണ്? ഫസ്റ്റ് ആണ് കേട്ടോ. ഡിസ്കറേജ് ദ യൂസ് ഓഫ് വിഷ്വൽസ് ടു സപ്പോർട്ട് എക്സ്പ്രസീവ് ലാംഗ്വേജ് സ്കിൽ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് പറയാൻ പറ്റും. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഡിസ്കാൽക്കുലിയ ഈസ് പ്രൈമർലി അസോസിയേറ്റ് വിത്ത് ഡിഫിക്കൽട്ടി ഇൻ ഡാഷ്. ഡിസ്കാൽക്കുലിയ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഏതാണ്? സംശയം വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, മാത്സുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആണ്. പെർഫോമിംഗ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് എന്നാണ് കറക്റ്റ് ആൻസർ കേട്ടോ. പെർഫോമിംഗ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് സ്റ്റേജ് ക്യാൻ ചിൽഡ്രൻ വർക്ക് വിത്ത് ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് എക്സ്പ്ലോർ ലോജിക്കൽ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഹാവ് ദ എബിലിറ്റി ടു കോപ്പ് വിത്ത് അബ്സ്ട്രാക്ഷൻസ് സച്ച് ആസ് പ്രൊപ്പോർഷൻസ്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണേ. ഇൻ വിച്ച് സ്റ്റേജ് ക്യാൻ ചിൽഡ്രൻ വർക്ക് വിത്ത് ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് എക്സ്പ്ലോർ ലോജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഹാവ് ദ എബിലിറ്റി ടു കോപ്പ് വിത്ത് അബ്സ്ട്രാക്ഷൻസ് സച്ച് ആസ് പ്രൊപ്പോർഷൻസ്. ഓപ്ഷൻ സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ആൻസർ നമുക്ക് ഇവിടെ ഏതാണ് പറയാൻ പറ്റുക? ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലോർ ദ ലോജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഹാവ് ദ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ആൻസർ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. ടു എൻഷുർ റിട്ടൻഷൻ ഓഫ് സ്റ്റുഡൻസ് ഫ്രം സോഷ്യോ എക്കണോമിക്കലി അറ്റ് ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 proposes the curriculum and pedagogy should be. Options centered around textbooks, centered around exams, engaging and contextual and standard and uniform. ആൻസർ നമുക്ക് ഏതാണ് പറയാൻ പറ്റുമോ? ആൻസർ എൻഗേജിങ് ആൻഡ് കോണ്ടക്ച്വൽ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഓർഡർ ടു കാറ്റർ ടു ദി നീഡ്സ് ഓഫ് സ്റ്റുഡൻസ് വിത്ത് ഗിഫ്റ്റഡ്നെസ് എ ടീച്ചർ ഷുഡ് അവോയ്ഡ്. ഓപ്ഷൻ പ്രൊവൈഡിങ് സ്റ്റിമുലേറ്റിംഗ് എൻറിച്ച്മെൻറ്റ് ആക്ടിവിറ്റീസ്, കൺസിഡറിംഗ് ഫ്ലെക്സിബിലിറ്റി ഫോർ കരിക്കുലം ആക്സലറേഷൻ, allowing students to pursue independent project, and option 4 implementing a unidimensional curriculum. അപ്പോൾ ടീച്ചർ ഷുഡ് അവോയ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷുഡ് അവോയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആൻസർ ഓപ്ഷൻ 4 ആണ്. ഇംപ്ലിമെൻറ്റിംഗ് എ യൂണിഡയമെൻഷണൽ കരിക്കുലം എന്നാണ് കേട്ടോ. യൂണിഡയമെൻഷണൽ കൊണ്ട് കാര്യമില്ല. നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മെറ്റാകോഗ്നിറ്റീവ് സ്കിൽസ്? മെറ്റാകോഗ്നിറ്റീവ് സ്കിൽസ്. ഓക്കെ. Knowing the chemical formula of methane, evaluating process used by oneself in solving problems, recalling the chronological order of a particular dynasty, and option 4 identifying the difference between two pictures. ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് ഏതാണ് പറയാൻ പറ്റും? ഓപ്ഷൻ 2 ആണ് കേട്ടോ. ഇവാലുവേറ്റിംഗ് പ്രോസസ് യൂസ്ഡ് ബൈ വൺ സെൽഫ് ഇൻ സോൾവിങ് പ്രോബ്ലംസ് എന്നാണ് കറക്റ്റ് ആൻസർ. അടുത്ത വീണ്ടും നമുക്കൊരു അസേഷൻ തരും, ഒരു റീസണും കൂടി തരും. കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു അസേഷൻ എ തരും, റീസൺ ആർ. രണ്ടും കൂടെ നിങ്ങൾ വായിച്ചിട്ട് നമുക്ക് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അസേഷൻ നോക്കാം. സ്റ്റുഡൻസ് ഷുഡ് ബി ടോട്ട് സെൽഫ് റെഗുലേറ്ററി നോളജ് അബൌട്ട് വെൻ, വേർ ആൻഡ് വൈ ടു യൂസ് വേരിയേഷൻസ് ലേണിംഗ് സ്ട്രാറ്റജീസ്. അതിൻ്റെ റീസൺ ആയിട്ട് പറഞ്ഞിട്ട് നോക്കാം. എ ലേണിംഗ് സ്ട്രാറ്റജി ഈസ് മോർ ലൈക്ലി ടു ബി മെയിൻറ്റൈൻഡ് ആൻഡ് എംപ്ലോയിഡ് ഇഫ് സ്റ്റുഡൻസ് നോ വെൻ, വേർ ആൻഡ് വൈ ടു യൂസ് ഇറ്റ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. അസേഷനും റീസണും കിട്ടി. ഇത് നിങ്ങൾ പറയുക. ഓരോന്നായിട്ട് നോക്കാം നമുക്ക് ഓപ്ഷൻസ്. ഓക്കെ. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. Both A and R are true and R is the correct explanation of A, and both A and R false. ആൻസർ നമുക്ക് ഇവിടെ ഏതാണ് ഈ പ്രാവശ്യം പറയാൻ പറ്റുമോ? രണ്ട് ശരിയാണോ തെറ്റാണോ എന്താണ്? ഇവിടെ 3 ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ബോത്ത് എ ആൻഡ് ആർ ട്രൂ, രണ്ടും ശരിയാണ്. അതുപോലെ തന്നെ ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നും പറയാം. അടുത്തത്. ഡാഷ് റെപ്രസെൻറ്റ്സ് എ സ്പെസിഫിക് ടൈം വെൻ ചിൽഡ്രൻ ആർ പെർട്ടിക്കുലർലി സസെപ്റ്റബിൾ ടു സെർട്ടൈൻ കൈൻഡ്സ് ഓഫ് സ്റ്റിമുലൈ ഇൻ ദെയർ എൻവയോൺമെൻറ്റ്.
dash represents a specific time when children are particularly susceptible to certain kind of stimuli in their environment. Options: plasticity, duration, sensitive periods, explicit periods, and option for mental stagnation. ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. സെക്കൻഡ് ഓപ്ഷനാണ് സെൻസിറ്റീവ് പീരിയഡ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: എ ടീച്ചർ ആസ്ക്ഡ് എ സ്റ്റുഡൻറ്റ് ടു സ്പീക്ക് ഹിസ് തോട്ട് ടു ഹിംസെൽഫ് വെൻ ഹി വാസ് സംവാട്ട് സ്റ്റക്ക് ഇൻ സോൾവിങ് എ ഗിവൺ പ്രോബ്ലം. Soon enough after doing so, students exclaims, "I know the answer now." Which problem solving strategy has helped the student in this case? Option: response set, verbalization, functional fixedness, and mnemonics. Okay, ആൻസർ ഏതാണ് വരിക? ആൻസർ 2 ആണ്, വെർബലൈസേഷൻ ആണ് കേട്ടോ. വെർബലൈസേഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, വെർബലൈസേഷൻ. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, നോക്കാം. ടു മേക്ക് ലേണിംഗ് മീനിങ് ഫുൾ ഫോർ സ്റ്റുഡൻസ് എ ടീച്ചർ ഷുഡ്. To make learning meaningful for students, a teacher should. Options: frequently use tangible rewards to motivate students, provide opportunities to think and reflect on experiences, employ stimulus response association to condition behavior, and option D, emphasize on rote memorization of textbook context. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് വരിക? ടു മേക്ക് ലേണിംഗ് മീനിങ് ഫുൾ ഫോർ സ്റ്റുഡൻസ് എ ടീച്ചർ ഷുഡ്. ആൻസർ 2 ആണ് കേട്ടോ. സെക്കൻഡാണ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ടു തിങ്ക് ആൻഡ് റിഫ്ലക്റ്റ് ഓൺ എക്സ്പീരിയൻസസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ എക്സാമിന് മുന്നേ നിങ്ങൾക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എന്നുള്ളതുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മേ ബി നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ കാറ്റഗറി 4 ആയാലും ജസ്റ്റ് ഒന്ന് നോക്കുക, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ക്ലിയർ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് അയച്ചു തരുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, അത് സോൾവ് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.